ഗൈസ്, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സോഷ്യൽ ആൻസൈറ്റി ഉള്ള കുട്ടിയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മാലുവിൻ്റെ വീട്ടിലേക്കാണ്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോവാട്ടോ. കുറച്ച് ദൂരം നടന്നാൽ മതി. ഇതുകൊണ്ട് ആ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിൽ നിന്ന് നേരെയുള്ള വഴി കൂടെ പോയിട്ട് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയിട്ട് പിന്നെ നേരെയുള്ള വഴി പോയിട്ട് പിന്നെ വളഞ്ഞ് അങ്ങനെയാണ് നമ്മളിനി പോവേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സ്പീഡിലുള്ള നടത്തമാണ്. നമ്മൾ കറക്റ്റ് 3:30 ആയപ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റത്തെ നടത്തം, അതിനുള്ളിൽ നമുക്കങ്ങ് ചെല്ലാം. അശ്നിയക്കയ്ക്ക് കൊടുക്കാനായിട്ട് മുട്ടായി വാങ്ങിച്ച പറ്റിച്ചേ. അശ്നിയക്കയ്ക്ക് കൊടുക്കുന്നില്ല. എന്നാണ് ഈ വെയിലത്ത് വന്നിട്ട് പൊളിക്കുന്നത്? പണ്ടത്തെ 40 രൂപ മുട്ടായി ഇപ്പോഴും എന്നെ 40 രൂപ എന്നാണ് പേര് പറയുന്നത്. പേടിയാ അതിലെന്തേലും ഇട്ട് സംസാരിക്കാൻ. വിഴുങ്ങിപ്പോയാലോ? പണ്ട് 2 രൂപ വിഴുങ്ങിയ ഒരു കഥ എനിക്ക് ട്രോമയാണ്. എൻ്റെ അമ്മ ഇത് കാണണം. അമ്മ എന്നെ ഓടിച്ചിട്ട് ചൂലും പിടിച്ചടിച്ചു. പ്ലീസ്, ഇതിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറം റെയിൽവേ ഗേറ്റും മതിലിൻ്റെ ഇപ്പുറം അശ്നിയക്കയുടെ വീടുമാണ്. അപ്പോൾ വഴി കാണിക്ക്. ദയവേച്ച് ആദ്യം പോവും. ഇവിടുന്ന് നമ്മൾ ഈ വഴി പോകണം. അശ്നിയക്കയുടെ വീടിൻ്റെ ഭാഗത്ത് കുറേ വണ്ടികളുണ്ട്. പക്ഷെ ഇതൊന്നും അശ്നിയക്കയുടെ അല്ല, ഇതെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുള്ള. നമ്മൾ ഇവിടുന്ന് കാണുന്ന ആ സ്റ്റെപ്പ് കയറി വേണം അശ്നിയക്കയുടെ വീട്ടിലോട്ട് പോകാൻ. ഇത് ഇവരുടെ ഓണറിൻ്റെ വീടാട്ടോ. ചേച്ചിയെ അങ്ങനെ വിളിച്ചാണ് നമ്മൾ കയറി പോകാൻ. കണ്ടോ സ്റ്റെപ്പുകളല്ല കയറി. അങ്ങനെ അശ്നിയക്കയെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് അശ്നിയക്കയുടെ അടുക്കള. പൊടികളിലൊക്കെ ഇട്ട് വെക്കാൻ ഇവിടെ പാത്രമുണ്ട്. ബിസ്ക്കറ്റ് നമുക്ക് അടിച്ചു മാറ്റാം. കൊടുക്കണ്ട. 3:30 ആകുമ്പോൾ ഞങ്ങൾ വരുമെന്ന് അറിയത്തില്ലായിരുന്നോ? ഗൈസ് വേണ്ട. അശ്നിയക്കയുടെ വിളക്കുമുറി, അശ്നിയക്കയുടെ കുഷ്യൻ, അശ്നിയക്കയുടെ ബെഡ്റൂം, അശ്നിയക്കയുടെ ബാത്റൂം. ഇത് അശ്നിയക്കയുടെ ബെഡ്റൂം. ഫാനൊക്കെ ഉണ്ട്. ഇത് അശ്നിയക്കയുടെ മാത്രം റെയിൽവേ. കാരണം ഈ വീടിൻ്റെ അപ്പുറത്തുള്ളത് അശ്നിയക്കയുടെ റെയിൽവേ ആണ്. വീട്ടിൽ വരുന്നവർക്ക് 3:30 ഇവിടെ എത്ര മണിക്ക് എത്തിയെന്നുണ്ടോ? എത്ര? 3:50. നമ്മള് പതി ഇറങ്ങിയതാ. ഇതാണ് ടാങ്ക്. പിന്നെ ടാങ്ക് അല്ലാതെ മൂത്രം. ഈ തള്ളയുടെ വായിന്നൊരു നല്ല വർത്തമാനം. ചാളമേരി ഇവരും കണക്കാ. അത് സത്യം. അശ്നിയൊക്കെ കൊണ്ടുവരുവാണ്. അതുകൊണ്ട് ടാങ്ക് അശ്നിയൊക്കെ അടുത്ത് വന്നിട്ട് അശ്നിയൊക്കെ ഇന്ന് നമുക്ക് എന്താണ് ചായ ഉണ്ടാക്കി തരാൻ പോവാണ്. ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചു, ഓൾറെഡി വെച്ചതുകൊണ്ട് ഗൈസ് കണ്ടോ, ഒരു ഉത്തമ കുടുംബിനിയായി നിൽക്കുകയാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ ചെയ്തോളും. തന്നെ 10-24 വയസ്സായി എന്നൊക്കെ ഉള്ള ബോധമൊക്കെ വന്നു തുടങ്ങി. കൂട്ടി പറഞ്ഞ ഒരു വയസ്സ്. ഈ വർഷം 23 ആവുന്ന തള്ളച്ചി മുതുക്കിയാണ് ഇത്. കണ്ടോ, ചായയും കൊണ്ട് വന്ന് നിൽക്കുകയാണ്. സൺകിസ്ഡ് ആയിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ്. കണ്ടോ ഗൈസ്, ഓ
എന്ത് സൗന്ദര്യാ. എന്ന് തോന്നുന്നു. ഇതെങ്ങനെ പിടിക്കുന്ന നിക്ക് കണ്ടോ, വീട്ടിൽ വരുന്നവർക്കൊക്കെ കുഞ്ഞു ഗ്ലാസ്സിലാണ് ചായ പണ്ടത്തുള്ളത്. കുടിക്കുന്നതും പറഞ്ഞ് കൂടെ ആണെന്ന് കുറ്റം പറയും. അവർക്ക് വേണ്ടായോ ചായ? എനിക്ക് മാത്രമാണോ ചായ ഇട്ടേ? ഇവിടെ ചായ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അശ്നിയക്ക. ആണോ? സോറി. ആ തള്ള വെറുതെ ഇരിക്കും, ചുമ്മാ പ്രായം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഒന്നിനും കൊള്ളത്തില്ല. എന്ത് വേണം? ഇതാണ് അശ്നിയക്കയുടെ കിടപ്പുമുറി. കണ്ടില്ലേ? ചായ വിത്ത് അശ്നിയക്ക. നമ്മുടെ കണ്ടന്റ് അശ്നിയക്കയാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ടന്റ് തീരുമ്പോൾ നമുക്ക് ഇവിടെ വരാം, കുറേ ബുദ്ധിയില്ലായ്മ കാണാം. അങ്ങനെ ഞങ്ങൾ ഇനിയും തിരിച്ചു പോവാണ് അല്ലേ? ഇനിയും വരാം കേട്ടോ, ശല്യായിട്ട്. ഞങ്ങൾ എന്നെ കൂടെ പോന്നെ. പിന്നെ ചുമ്മാ ഇരിക്കട്ടെ. ഒരാൾക്ക് ഉമ്മ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് സങ്കടം വന്നാലോ? എൻ്റെ ഉമ്മ കിട്ടാതെ എല്ലാവർക്കും വിഷമമായിരുന്നു.